ഷഹബസിന്റെ കാര്യം മാത്രം എടുക്കുക. ഷഹബസിനെ കൊന്നത് 4-5 കുട്ടികൾ ചേർന്നാണ്. അവർ കുട്ടികളായതുകൊണ്ട് അവരുടെ വിശദാംശങ്ങൾ നമുക്ക് നിയമപരമായി പുറത്തുവിടാൻ സാധ്യമല്ല, പുറത്തുവിടേണ്ട, കുട്ടികളെ അപമാനിക്കേണ്ട എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. പക്ഷേ കൃത്യമായി നിയമത്തെക്കുറിച്ച് അറിയാവുന്ന, ഒരുമിച്ച് ചെയ്താൽ കുഴപ്പമില്ലെന്ന് അറിയാവുന്ന, ലഹരിക്ക് അടിമപ്പെട്ട കൗമാരക്കാർ ഇത്തരം ഹീനകൃത്യം ചെയ്യുമ്പോൾ അവർ കുട്ടികളാണ് എന്ന് പറഞ്ഞ് അവരെ സംരക്ഷിക്കുക, അവരുടെ പ്രൈവസി സംരക്ഷിച്ചോട്ടെ. അല്ലാതെ എല്ലാ വിധത്തിലും അവരെ സംരക്ഷിച്ചിട്ട് എങ്ങനെ ഈ നാട് നന്നാക്കാൻ കഴിയും? അവരെ സംരക്ഷിക്കാൻ കാരണം ഇവരൊക്കെ നല്ല സഖാക്കളാണത്രേ. ടി കെ രജീഷ് എന്ന TP കൊന്ന കേസിലെ പ്രതിയുടെ ഉറ്റ സുഹൃത്താണത്രേ മുഖ്യപ്രതിയുടെ പിതാവ്. ടി കെ രജീഷിന്റെ കൊട്ടേഷൻ സംഘത്തിൽ ഉള്ളയാളാണ് പിതാവെന്നും പറയുന്നു. പിതാവിന്റെ പേര് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യും. ആ പിതാവ് ഉപയോഗിച്ചിരുന്ന നെഞ്ചക്കാണത്രേ ഷഹാബസിന്റെ തലയോട് പിളർത്താൻ അവൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് സംരക്ഷിക്കുകയാണ്. 10ാം ക്ലാസ് പരീക്ഷയുടെ തൊട്ടു മുമ്പാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത്. ഇന്ന് പരീക്ഷ തുടങ്ങുന്നു. അവർ പരീക്ഷ എഴുതിയില്ലെങ്കിൽ അവരുടെ ഭാവി പോകും. സർക്കാർ വല്ലാത്ത വേവലാതിയാണ്. പോലീസ് സംരക്ഷണയിൽ ഇവരെ കൊണ്ടുപോയി പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചു. പ്രതിഷേധമായി. അതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതും നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് നടന്നില്ല. പിന്നെ ഇവർ താമസിക്കുന്നിടത്ത് കൊണ്ടുപോയി ഇവരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഈ സംരക്ഷണം, ഈ ചേർത്തുവയ്പ്, എന്ത് വൃത്തികേട് കാട്ടിയാലും പിന്നെ ഇവർക്ക് സുഖമായി വൃത്തികേടിൽ തുടരാം എന്നുള്ള ഒരു സാഹചര്യം, അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതും തടയേണ്ടതും. ഈ കൊലയാളികളുടെ പാർട്ടി ബന്ധം, അവരുടെ ഗുണ്ടാ ബന്ധം, അതൊക്കെ തടയാൻ കഴിയാതെ പിന്നെ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഇതൊക്കെ മുതലക്കണ്ണീരാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ജനവികാരത്തെ ശമിപ്പിക്കാൻ ബോധപൂർവം നടത്തുന്ന മുതലക്കണ്ണീർ. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ മുതലക്കണ്ണീരൊഴുക്കും. അതൊക്കെ അതിനുശേഷം മറന്നുപോകും. നമ്മൾ വീണ്ടും ഈ സർക്കാരിന്റെ രക്ഷാദൗത്യത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യും.